ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നാമൊക്കെ നമ്മുടെ ഐഹിക ജീവിതത്തിൽ വിവിധങ്ങളായ ഉപജീവന മാർഗങ്ങളിൽ മുഴുകുന്നവരാണ്. ജീവിത തിരക്കിനിടയിലും ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാകണം നമ്മുടെ ഐഹിക ജീവിതം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ദേഹവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. ثم إلينا ترجعون, ശേഷം നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക. നാം എത്ര മറന്നാലും സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് മരണവും അതിനെ തുടർന്നു വരുന്ന ജീവിതവും എന്നോർക്കണം. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, മനുഷ്യൻ നേരിടാനിരിക്കുന്ന മരണവെപ്രാളത്തെക്കുറിച്ചാണ് സൂറത്തു ഖാഫിലൂടെ അള്ളാഹു ഉണർത്തുന്നത്. ആ യാഥാർത്ഥ്യവും കൊണ്ട് മരണവെപ്രാളം വന്നെത്തുകയായി. ذَلِكَ مَا كُنْتَ مِنْهُ تَحِيدُ, യഥാർത്ഥത്തിൽ നീ നിന്റെ ഐഹിക ജീവിതത്തിൽ ഇങ്ങനെ ഒരു മരണത്തെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടബോധം പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുണ്ടാകാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരാജയമോ നഷ്ടമോ സംഭവിച്ചാൽ ആ നഷ്ടം നികത്തണം എന്ന് ആലോചിക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ നാം സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണസമയം എന്നത് അവന് സംഭവിച്ച നഷ്ടബോധത്തെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ മുമ്പിൽ മരണത്തെ ഉണർത്തുന്നത്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തിയാൽ എന്നെ ഒന്ന് മടക്കണേ എന്ന് അവർ ആവശ്യപ്പെടും. എന്തിനാണ് മടക്കാൻ ആവശ്യപ്പെടുന്നത്? ജീവിതത്തിൽ അവഗണിച്ച വിട്ടുപോയ സൽക്കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തു വരാം. പക്ഷെ മനുഷ്യന് ജീവിതം നൽകിയാൽ
സംഭവിക്കാനിരിക്കുന്ന കാര്യം അല്ലാഹുവിനറിയാം. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് അവന്റെ വെറും വർത്തമാനം മാത്രമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ അവരുടെ പിന്നാലെ ഒരു ബർസഖ് ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ബർസഖ്? ജീവിതം, ജീവിതത്തിൽ അവഗണിച്ച, നിസ്സാരമെന്ന് തോന്നിയ ഏതൊക്കെ നന്മകളുണ്ടോ അതിന് മഹത്വമുണ്ടായിരുന്നു, അതിന് മൂല്യമുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്യേണ്ടിയിരുന്നു എന്ന് തോന്നിപ്പോകുന്നതാണ് മനുഷ്യൻ അനുഭവിക്കാനിരിക്കുന്ന ബർസഖി ജീവിതം. ഒരു ഹദീസിൽ കാണും, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ മറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബ്രിൻ ദുഫിന ഹദീസൻ, പുതുതായി മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിനരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി. തന്റെ അനുചരന്മാരോട്, കൂടെയുള്ളവരോട് ആ സമയം റസൂലുള്ളാഹി പറഞ്ഞു, റകഅതാനി ഖഫീഫതാനി ബിമാ തഹ്ഖിറൂന വതൻഫിലൂന യസീദുഹുമാ ഹാദാ ഫീ അമലിഹി അഹബ്ബു ഇലൈഹി മിൻ ബഖിയ്യതി ദുനിയാകും. കൂടെയുള്ള അനുചരന്മാരോട് റസൂലുള്ളാഹി ആ പുതിയ ഖബറിനടുത്ത് വെച്ച് കൊടുത്ത സന്ദേശം എന്നത് വളരെ ഗൗരവമുള്ളതാണ്. നിങ്ങൾക്കിനി ഈ ദുനിയാവിൽ എത്ര ആയുസ്സുണ്ടോ ആ ആയുസ് ഈ ഖബറാണിക്ക് അല്ലാഹ് നൽകുകയും അങ്ങനെ ഒരു പൊതുജീവിതം ഈ ദുനിയാവിൽ ഈ ഖബറാണിക്ക് നൽകിയാൽ തനിക്ക് ലഭിച്ച ആ പുത്തൻ ജീവിതത്തിൽ അവഗണിച്ച, നിസ്സാരമെന്ന് തോന്നിയ ലഘുവായ 2 റക്അത്ത് വർദ്ധിപ്പിക്കാനായിരിക്കും ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിത തിരക്കുകൾക്കിടയിലും പരലോക വിജയത്തിന് ആവശ്യമായ സൽക്കർമ്മങ്ങൾ ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ നിർവഹിക്കുക എന്നതാണ് ആ ഖബറിനരികിൽ വെച്ച് റസൂലുള്ളാഹി നൽകിയ സന്ദേശമെന്ന് നാമും ഓർക്കണം. പരലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാമകരണം ചെയ്ത ഒട്ടേറെ നാമങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിലൊന്ന് അത്തഗാബുൻ എന്നാണ്. വിശുദ്ധ ഖുർആനിലെ 64-ാമത്തെ അധ്യായം അത്തഗാബുൻ. തഗാബുൻ എന്ന് പറഞ്ഞാൽ നഷ്ടം വെളിപ്പെടുന്നത് എന്നാണ്. ആ സൂറത്തിലൂടെ തന്നെ അല്ലാഹു പറഞ്ഞു, യൗമ യജ്മഉകും ലിയൗമിൽ ജംഅ്, മനുഷ്യരെ മുഴുവൻ ആ ഒരു സമ്മേളന ദിവസം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ദാലിക യൗമുത് തഗാബുൻ, അതാണ് നഷ്ടം വെളിപ്പെടുന്ന ദിവസം. എന്നിട്ട് ആ നഷ്ടം വെളിപ്പെടുന്ന ദിവസം ഖേദത്തിനിടയില്ലാത്ത, അങ്ങനെ നഷ്ടപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കേണ്ടതില്ലാത്ത ആളുകളെ കുറിച്ച് പരിഹാരമായി അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്. വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹൻ യുകഫിർ അൻഹു സയ്യിആതിഹി വയുദ്ഖിലുഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അളീം. ശരിയായ ഈമാൻ ഉൾക്കൊണ്ട് ആ ഈമാനിലൂന്നിയ സൽക്കർമ്മങ്ങൾ ആരാണ് നിർവഹിച്ചത്, അവരിൽ വന്നുപോയ ചെറുദോഷങ്ങൾ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും, മായ്ച്ചു കളയും. ശാശ്വതമായ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കും. അതാണ് മഹത്തായ വിജയം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ആ സൽക്കർമ്മങ്ങളിൽ ഏറെ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്ന, നമുക്ക് പരലോകത്ത് പദവികൾ ഉയർത്തുന്ന, പരലോകത്തെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന ചില കർമ്മങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത് കാണാം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, സലാത്തുൻ കഫാറാത്ത്, 3 കാര്യങ്ങൾ അത് പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്. വസലാത്തുൻ ദറജാത്ത്, 3 കാര്യങ്ങൾ പദവികൾ ഉയർത്തുന്നതാണ്. വസലാത്തുൻ മുൻജിയാത്ത്, 3 കാര്യങ്ങൾ മനുഷ്യനെ പരലോകത്ത് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്.
ഈ മൂന്ന് കാര്യങ്ങൾ 9 കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മളൊക്കെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന, എന്നാൽ റസൂലുള്ളാഹ് പരലോകത്തെത്തുമ്പോൾ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടാനും നമുക്ക് ദറജകൾ ഉയർത്തപ്പെടാനും പരലോകത്തെ മുഴുവൻ പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതായ പ്രവർത്തനങ്ങളായിട്ടാണ് അവയെ വിശദീകരിച്ചത്. അമ്മൽ കഫാറാത്ത്. എന്താണ് കഫാറാത്തുകൾ? ഇസ്ബാഹുൽ വുളൂഇ ഫിസ്സബറാത്ത്. പ്രയാസം നേരിടുന്ന സമയങ്ങളിലും, പ്രത്യേകിച്ച് തണുപ്പ് കാലങ്ങളിൽ, വെള്ളം തൊടാൻ പ്രയാസമുള്ള സന്ദർഭങ്ങളിലും വുളു പൂർണ്ണമായി നിർവഹിക്കുക. വുളു എന്നത് നിസ്സാരമായി കാണേണ്ടതല്ല. വുളുവിൽ അവയവങ്ങളിൽ വെള്ളം തട്ടേണ്ട ഭാഗത്ത് വെള്ളം തട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ വുളു പൂർണ്ണമായി നിർവഹിക്കണം. പലരും വുളു ചെയ്യുമ്പോൾ കാലിലേക്ക് വെള്ളം കോപ്പയിലെടുത്ത് ഒഴുക്കാറുണ്ട്, അല്ലെങ്കിൽ പൈപ്പ് തുറന്ന് കാല് ആ പൈപ്പിലേക്ക് ചൂണ്ടാറുണ്ട്. അങ്ങനെയല്ല വുളുവിൽ കാൽ കഴുകേണ്ടത്. വുളുവിൽ 2 കാലുകളും നെരിയാണി ഉൾപ്പെടെ ശരിക്ക് കൈകൾ കൊണ്ട് കഴുകണമെന്നതാണ്. ഇങ്ങനെ വുളു പൂർണ്ണമായി നിർവഹിക്കണം. ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തെ കാത്തിരിക്കുക. ഒരുപക്ഷെ എന്നും എപ്പോഴും നമുക്ക് സാധിച്ചില്ല എന്ന് വരാം. എന്നാലും ഒരു ഒഴിവ് കിട്ടുന്ന സമയം, ഒരു അല്പം സമയമുണ്ടല്ലോ, ഫ്രീ ഉണ്ടല്ലോ, ബാങ്ക് കൊടുക്കാനും സമയമുണ്ട്, നമസ്കാരത്തിന് സമയമായിട്ടില്ല, അങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ അവന് വേണ്ടി നമസ്കരിക്കാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക, കാത്തിരിക്കുക. ആ സമയം മുഴുവൻ മലക്കുകൾ ആ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹുവേ, ഈ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നവന് നീ പുറത്തു കൊടുക്ക്, അവനോട് കരുണ കാണിക്കുകയെന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. ഇങ്ങനെ നമസ്കാരം കാത്തിരിക്കുക. പള്ളികളിൽ നടക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക് കാലുകൾ ചലിപ്പിക്കുക. നമ്മുടെ കാലുകൾ എന്തിനെല്ലാം നമ്മൾ ചലിപ്പിക്കുന്നു, ആ കൂട്ടത്തിൽ പള്ളികളിൽ നടക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക് നമ്മുടെ കാലുകളെ ചലിപ്പിക്കുന്ന എത്ര പേരുണ്ട്? അതിനായി പരിശ്രമിക്കുന്നവരുണ്ടോ? നമ്മിൽ വന്നുപോയ ചെറുദോഷങ്ങളൊക്കെ അത് മുഖേന പൊറുക്കപ്പെടുമെന്നാണ്. പരലോകത്ത് പദവികൾ ഉയർത്തപ്പെടുന്നതാണ്. ഭക്ഷണം ആവശ്യമുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകുക, സലാം വ്യാപിപ്പിക്കുക, ജനങ്ങളൊക്കെ നിദ്രയിൽ ആണ്ടുകിടക്കെ ഉറങ്ങിക്കിടക്കുന്ന നേരം റബ്ബിന്റെ മാർഗത്തിൽ അവന് വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കുക. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞ ഒരു പുണ്യകർമ്മമാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ വലാ തഹാദൂന അലാ തുആമിൽ മിസ്കീൻ. നിങ്ങൾ അഗതിയുടെ ഭക്ഷണ കാര്യത്തിൽ പ്രോത്സാഹനം നൽകുന്നില്ല. കൊടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ കൊടുക്കാൻ കഴിയുന്നവനെ പ്രേരിപ്പിക്കുക എന്ന ആ സൽക്കർമ്മം നമ്മൾ നിർവഹിക്കണം. നരകത്തിൽ കിടന്ന ആളുകൾ നരകത്തിൽ പ്രവേശിച്ച കാരണം, നരകത്തിലേക്ക് അവരെത്തിച്ച ഒരു കാരണം പറഞ്ഞപ്പോ വലം നകുനു തുഇമുൽ മിസ്കീൻ, അഗതിക്ക് സാധുവിന് ഞങ്ങൾ ഭക്ഷണം കൊടുക്കില്ലായിരുന്നു എന്ന് പ്രത്യേകം. ഈ ആയത്തുകളൊക്കെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നവരാണ് നമ്മുടെ മുൻഗാമികൾ. റസൂലുള്ളാഹിയുടെ ഭാര്യമാരിൽ സൈനബ് ബിൻത് ഹുസൈമ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മമാരിൽ ഒരാൾ. അവർക്ക് അവരുടെ പേര് തന്നെ ഉമ്മുൽ മസാക്കീൻ. ഉമ്മുൽ മസാക്കീൻ, സാധുക്കളുടെ മാതാവ് എന്നായിരുന്നു. എന്താ കാരണം? സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അങ്ങേയറ്റം പ്രേരണ കൊടുത്തിരുന്ന, ഭക്ഷണം കൊടുത്തിരുന്ന മഹതിയായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. മദീനയിലെ ബഖീഇൽ നമ്മുടെ ഉമ്മമാരിൽ ആദ്യമായി മറവ് ചെയ്യപ്പെട്ടത് സൈനബ് റളിയല്ലാഹു അൻഹയാണ് എന്ന് കാണാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി മിഅ്റാജിന്റെ രാവിലെ സ്വർഗ്ഗം കാണിക്കപ്പെട്ടപ്പോ റഅയ്തു ഇംറഅത അബീ തുൽഹത ഫിൽ ജന്ന, അബൂ തുൽഹയുടെ ഭാര്യയെ ഞാൻ സ്വർഗത്തിൽ കണ്ടു. ആ സ്വർഗത്തിലേക്ക് ഉമ്മു തുൽഹ എന്ന അബൂ തുൽഹയുടെ ഭാര്യ എത്തിച്ചത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിലായിരുന്നു. മദീനയിലെ പലരും മരണപ്പെട്ടപ്പോഴാണ് ഇന്ന ആളുകൾക്ക് ഇന്നവർക്ക് ഇത്ര ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നത് എന്ന് അവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. മരണപ്പെട്ടപ്പോ സാധുക്കൾക്ക് ആ അന്നം മുടങ്ങിയപ്പോഴാണ് ഇന്നയാളായിരുന്നോ ഇത്ര കാലം ഞങ്ങൾക്ക് അന്നം നൽകിയിരുന്നത് എന്ന് പോലും അവരുടെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. സഹോദരന്മാരെ, നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം അത് ലഭിക്കാത്തവർക്ക് കൂടി എത്തിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അത് പരലോകത്ത് ദറജാത്തുകൾ, പദവികൾ വർദ്ധിപ്പിക്കും. അമ്മൽ മുൻജിയാ
الدرجات فالعدل في الغضب والرضا والقسط في الفقر والغنى وخشية الله في السر والعلانية. നമ്മെ പരലോകത്ത് പ്രയാസങ്ങൾ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കോപിക്കുന്ന സന്ദർഭത്തിലും സംതൃപ്തമായ സന്ദർഭത്തിലും നീതിയുടെ വാക്കുകൾ, നീതി നടപ്പിൽ വരുത്തുക, നീതിയോടെ സംസാരിക്കുക എന്നത്. ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴും ഐശ്വര്യം ഉണ്ടാകുമ്പോഴും മിതമായി പെരുമാറുക, മിതമായി ചെലവഴിക്കുക. ഇബാദുർ റഹ്മാന്റെ പ്രത്യേകത പറഞ്ഞപ്പോ വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ അവർ വല്ലതും ചെലവഴിക്കുകയാണെങ്കിൽ അവർ പിശുക്ക് കാണിക്കൂല, അതുപോലെ ആർക്കും അതുപോലെ അനാവശ്യമായി അവരെ ദൂർത്തടിക്കുകയുമില്ല. അതിനിടയിലുള്ള മധ്യമ മാർഗം സ്വീകരിക്കുമെന്നതാണ്. അതുകൊണ്ട് തന്നെ പണം ദൂർത്തടിക്കാനുള്ളതല്ല, പണം നമ്മുടെ ആവശ്യത്തിന് അതിലേറെ മറ്റുള്ളവർക്ക് നൽകാനുള്ളതാണ് സക്കാത്തും സ്വതക്കയായി എന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കണം. ജീവിതത്തിന്റെ രണ്ട് പുറമുണ്ട്, ഒന്ന് പരസ്യമാണ്, ഒന്ന് രഹസ്യമാണ്. എനിക്കൊരു രഹസ്യ ജീവിതമുണ്ട്, നിങ്ങൾക്കും ഒരു രഹസ്യ ജീവിതമുണ്ട്. നമ്മുടെ പരസ്യ ജീവിതം ആളുകൾ കാണുന്നു, അറിയുന്നു. പക്ഷേ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ കഴിയുക, അതാണ് ഒരു മനുഷ്യന്റെ വിശുദ്ധിക്ക് ഏറ്റവും നിദാനം. അതുകൊണ്ട് തന്നെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ആർക്ക് കഴിഞ്ഞോ അവർക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ. നമ്മുടെ മുൻഗാമികൾ പരസ്പരം എഴുത്തിലൂടെ ഉപദേശിക്കുമായിരുന്നു 3 കാര്യങ്ങൾ. മൻ അസ്ലഹ സരീറതഹു അസ്ലഹ അല്ലാഹു അലാനിയതഹു. ആരാണ് തന്റെ രഹസ്യ ജീവിതം നന്നാക്കിയത്, അവന്റെ പരസ്യ ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കും. വമൻ അസ്ലഹ മാ ബൈനഹു വബൈന അല്ലാഹ്, അള്ളാഹുവിനും തനിക്കുമിടയിലുള്ള ബന്ധം ആരാണ് നന്നാക്കുന്നത്, അസ്ലഹ അല്ലാഹു മാ ബൈനഹു വബൈനൻ നാസ്, അവനും മനുഷ്യർക്കുമിടയിലുള്ള ബന്ധം അള്ളാഹു നന്നാക്കി കൊടുക്കും. വമൻ അമില ലിആഖിറതിഹി, ആരാണ് പരലോകത്തെ മുൻനിർത്തി അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, കഫാഹുല്ലാഹു അംറ ദുനിയാഹു, അവന്റെ ദുനിയാവിന്റെ കാര്യം അള്ളാഹ് ഏറ്റെടുക്കുമെന്നാണ്. അവൻ ദുനിയാവിൽ ഒരു മേഖലയിലും അവൻ പ്രയാസപ്പെടില്ല. എന്താ കാരണം? അവൻ അല്ലാഹുവിന് വേണ്ടി അവന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവനാണ്. ഇങ്ങനെ നമ്മുടെ സൽക്കർമ്മങ്ങളിൽ ഈ പറഞ്ഞ മേൽപ്പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് വൻ പാപങ്ങൾ വെടിഞ്ഞാൽ ചെറു ദോഷങ്ങളൊക്കെ മേൽപ്പറയപ്പെട്ട നന്മകൾ കൊണ്ട് മായ്ക്കപ്പെടും. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിലുകും മുദ്ഖലൻ കരീമ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളോട് വിലക്കപ്പെട്ട വൻ പാപങ്ങൾ നിങ്ങൾ വെടിയുന്ന പക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുദോഷങ്ങളൊക്കെ അല്ലാഹു മായ്ച്ചു കളയും, നിങ്ങളെ മാന്യമായ സ്വർഗമെന്ന ആ പാർപ്പിടത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين وبعد. പലപ്പോഴും സൂചിപ്പിക്കുന്ന കാര്യമാണ്, നമ്മുടെ ഇബാദത്തുകളിൽ നാം ഏറ്റവും കൂടുതൽ മുഴുകുന്ന നമസ്കാരമെന്ന ഇബാദത്ത് അതൊരിക്കലും പരലോകത്ത് നിഷ്ഫലമായി പോകുന്ന അവസ്ഥ വരരുത്. നമസ്കാരം നാം ശ്രദ്ധിച്ചാൽ ലഭിക്കുന്ന ഒരു നേട്ടം പഠിപ്പിച്ച ഒരു ഹദീസ് മാത്രമാണ് ഈ സന്ദർഭത്തിൽ കേൾപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, മാ മിൻ ഇംരിഇൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിം തഹ്ദുറുഹു സ്വലാത്തുൻ മക്തൂബ, അവന് ഒരു ഫർളായ നമസ്കാരത്തിന്റെ സമയം അവനായി കഴിഞ്ഞു. ഫർളായ നമസ്കാരത്തിന്റെ സമയമായാൽ ആ നമസ്കാരം നിർവഹിക്കാനാണ് പിന്നെ നമ്മുടെ ശ്രദ്ധ വേണ്ടത്. അങ്ങനെ ആ നമസ്കാരത്തിനുള്ള ഒരുക്കത്തിന് വേണ്ടി നന്നായി വുളൂ നിർവഹിക്കുന്നു. അതിലെ ഖുശൂഅ് നമസ്കാരത്തിൽ ഏറ്റവും എടുത്തു പറഞ്ഞതാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തിൽ ഏറ്റവും പ്രധാന ഘടകം എന്നത് ഖുശൂഅ് ആണ്, ഭയഭക്തി. റബ്ബിന്റെ മുമ്പിൽ
റബ്ബിനോടാണ് ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധത്തോടെ നിസ്കരിക്കുക. ആ ഖുശൂഅ് അവൻ ശ്രദ്ധിക്കുന്നു. റുകൂഉം സുജൂദും ഒക്കെ ഭംഗിയായി അവൻ നിർവഹിക്കുന്നു. അങ്ങനെ നിർവഹിച്ചാലുള്ള നേട്ടം എന്താണ്? ഇല്ലാ കാനത്ത് കഫാറത്തു ലിമാ ഖബ്ലഹാ മിനദ് ദുനൂബ്. ആ നമസ്കാരത്തിന് മുമ്പ് അവനിൽ വന്ന വീഴ്ചകൾ, തെറ്റുകുറ്റങ്ങൾ, അതൊക്കെ ആ നമസ്കാരം കൊണ്ട് പൊറുക്കപ്പെട്ടു. മാലം തുഖ്ത കബീറ. വൻ പാപം അവൻ ചെയ്യാത്തവനാണെങ്കിൽ, വൻപാപം ചെയ്തവൻ അതിൽ നിന്ന് ഒഴിയുകയും പക്ഷാതപിക്കുകയും ചെയ്യണം. വൻപാപങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ വൻപാപങ്ങളൊന്നും ചെയ്യാത്ത ഒരാളിൽ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും ധാരാളം വരും. അതൊക്കെ നാം ഒരു നമസ്കാരം കൊണ്ട് നമുക്കത് മായ്ക്കപ്പെടുമെന്നാണ്. എന്നിട്ട് പറഞ്ഞു, വദാലിക ദഹ്റ കുല്ലഹ്. അവന്റെ ആയുഷ്കാലം മുഴുവൻ ഈ അവസ്ഥ അവന് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് നമസ്കാരത്തിന് ഒരുങ്ങുക, തയ്യാറാവുക, നമസ്കാരം പാഴാക്കാതിരിക്കുക, അതിന്റെ സമയമായാൽ നമസ്കരിക്കുക. അത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയായി മാറണം. അതിലൊരു അഭിരുചിയും സന്തോഷവും നമുക്കുണ്ടാകണം. അപ്പോൾ അള്ളാഹുവിന്റെ കാവലും സഹായവും നമുക്കും ആ നമസ്കരിക്കുന്നവർക്കൊക്കെ ലഭിക്കുമെന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങളും നമ്മുടെ ഇബാദത്തിൽ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഓരോരുത്തരെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اشف مرضانا وارحم موتانا. اللهم اشف مرضانا وارحم موتانا. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. قوموا إلى صلاتكم. الله أكبر الله أكبر. أشهد أن لا إله إلا الله.